വീഡിയോ എടുക്കുന്നതിന് തൊട്ടു മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മീശ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ്. അതായത് ഇവിടെയാണ് ഇവർ ഒരു ജെന്യൂൻ ലേഡി അല്ല എന്നുള്ളത്. എന്തൊരു വിഷമമൊക്കെ എന്ന് ചോദിച്ചു. ഓക്കെ, അവർക്ക് സ്വാഭാവികമായിട്ട് തെളിയുന്നത്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നിങ്ങൾ ഒരു തെറ്റ് പറ്റി എന്ത് സംഭവം എന്താ ചെയ്യുക? തെറ്റ് പറ്റി എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്ഷമ ചോദിക്കും, നിരുപാധികം ക്ഷമ ചോദിക്കും, കാല് വീണ് ചിലപ്പോൾ മാപ്പ് ചോദിക്കും. തെറ്റ് നമ്മുടേതായതുകൊണ്ട്. തെറ്റഥവാ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ജീവൻ കൊടുത്തിട്ടാണെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരുത്തൻ്റെ മുമ്പിലോ ഒരുത്തികളുടെ മുമ്പിലോ ഒരാളുടെ മുമ്പിലോ ഒരു സമൂഹത്തിൻ്റെ മുമ്പിലോ നമ്മൾ ഓച്ചാനിച്ച് നിൽക്കാനും പാടില്ല. അവിടെ പൊരുതണം. നമ്മൾ പറഞ്ഞത് ശരിയാണെന്ന്, നമ്മൾ പറഞ്ഞതാണ് സത്യം, അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, അതാണ് സംഭവം. ഒരു മെഴുകൽ കാണാം. എനിക്കൊരാൾ ഈ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഒരു ക്ഷമ പറയുന്നതിന് നമ്മൾ അപ്പോളജി എന്ന് പറയുന്ന സംഭവം ക്ഷമാപണം എന്നാ പറയുക. ആ ഒരു അപ്പോളജിക്ക് ഇങ്ങനെ ഞാൻ ഹലോ സോറി എന്ന് ഞാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു മാപ്പാകുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. നിങ്ങൾ തന്നെ പറ, ഇതൊരു മാപ്പപേക്ഷയായിട്ടോ അല്ലെങ്കിൽ ക്ഷമാപണമായിട്ടോ തോന്നിയിട്ടുണ്ടോ എന്ന്. അത് മാത്രമല്ല, ഇവിടെ ഒരു വിക്ടിമുണ്ട്, ഒരു ഇരയുണ്ട്. അതായത് ഒരു തൊഴിലെടുക്കുന്ന ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചുകൊണ്ട് അവരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് ആ ഫോൺ കട്ട് ചെയ്ത് വളരെയധികം കുറെ വർഷം കൊണ്ട് എന്തോ പ്രൊഫഷണലായിട്ട് ആർജെ ആണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു യുവതി, അവർ ആർജെ അഞ്ജലി എന്നാണ് അവരുടെ പേര്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു വീഡിയോ എൻ്റെ മുമ്പിലേക്ക് വന്നു. ആദ്യം ഞാനാണ് ആ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റേ സീനിയർ ഇതല്ല. അതിനുശേഷം ആ ഒരു സംഭവം ഭയങ്കരമായി ഏറ്റെടുക്കുന്നു. ഇന്ന് അത് മാപ്പ് വരെ എത്തിയിരിക്കുന്നു. അതായത് എന്നിലേക്ക് ഈ സാധനം എത്തിച്ച ആളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു കാര്യം പബ്ലിക്കിലേക്ക് എത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ മറ്റ് എന്നിലൂടെ അല്ലെങ്കിൽ മറ്റ് റിയാക്ഷൻ ചാനലിലൂടെ വന്നേനെ ആദ്യമേ. അപ്പോൾ ഇവിടെ ആർജെ അഞ്ജലിയുടെ മെഴുകൽ കുറച്ച് കാര്യങ്ങൾ ആർജെ അഞ്ജലി വീണ്ടും ഈ ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പിന്നീട് പേപ്പട്ടിയാക്കുക, പിന്നെ അടിച്ചു കൊല്ലുക എന്നുള്ള പരിപാടി ഞാനെന്തോ വലിയ സംഭവമാണ് നിങ്ങൾക്ക് കാണിക്കുന്നൊരു സംഭവം. എന്തൊരു ഗതികേടാണ് നോക്കണേ. നമുക്ക് കാണാം എന്താണ് ആ ഗതികേട്. ആ ഗതികേട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ എന്നെ പറ. എനിക്ക് അവരെ ആക്ഷേപിക്കണമെന്നോ അപമാനിക്കണമെന്നോ യാതൊരു താല്പര്യമില്ല. പക്ഷേ നിങ്ങൾ പറ, അവരുടെ ആറ്റിറ്റ്യൂഡും ആ ഒരു മൊത്തത്തിൽ അവരുടെ ശരീരഭാഷയും ഒരു ക്ഷമ ചോദിക്കുന്ന സംഭവമാണോ, അതോ അവർ നിർബന്ധിതയായതാണോ നോക്കാം. ക്ഷമിക്കണം, ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ്. അവരാദ്യമേ തന്നെ പറയുന്നു, ക്ഷമിക്കണം, നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ്. ആര് കാത്തിരുന്നത്? ഈ സമൂഹത്തിന് വേറെ ഒരുപാട് ജോലികളുണ്ട്. ഈ പറയുന്ന യൂട്യൂബ് ചാനലുകൾ കാണുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തുള്ള റീലുകൾ കണ്ടുകൊണ്ടിരിക്കുകയോ ആർജെ അഞ്ജലിയുടെ അപ്ഡേഷൻ എന്തായി എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല ഇവിടെ ആരുടെയും പണി. ഓക്കെ, ആരുടെയും പണി അതല്ല. എന്നാൽ നിങ്ങൾ ചെയ്തൊരു തെറ്റ് പബ്ലിക്കായിട്ടൊരു പൊതുസമൂഹത്തിൻ്റെ അകത്ത് തെറ്റായ ഒരു കീഴ്വഴക്കം കൊണ്ടാക്കുന്നതിന് പ്രാങ്ക് കോപ്പം എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനം കൊണ്ട് കാണിച്ചതിനകത്ത് ഒരു സ്ത്രീയെ അവരുടെ തൊഴിലിനെ ആ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അപമാനിക്കുകയും ടൈസിനെ കാണിച്ചിട്ട് അതിനെ മറ്റേ ബട്ടക്സ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ന്യായീകരിച്ച് പോസ്റ്റ് ഇടുകയും മെഴുകുകയും സ്റ്റോറികൾ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുകയും സമൂഹത്തിനെ ആക്ഷേപിക്കുകയും നിങ്ങളെ വിമർശിച്ചവരെ നിങ്ങൾ കളിയാക്കുകയും ചെയ്ത കാര്യം. അതിനുശേഷം മെഹന്തി ആർട്ടിസ്റ്റ് അപ്പം തന്നെ സൈബർ സെല്ലിൽ കേസ് കൊടുത്തുള്ള കാര്യം ഞാൻ അറിഞ്ഞു. സൈബർ സെല്ലിലേക്ക് കേസ് പോയി. അതിനുശേഷം വരെ സ്റ്റേഷനിലേക്ക് അവിടെ വിളിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ആ സാഹചര്യത്തിൽ വന്ന് പബ്ലിക്കായിട്ട് മാപ്പപേക്ഷ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ജോലി പോയെന്നൊക്കെ പറയുന്നു. എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല, വ്യക്തതയില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ബാക്കിയേക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം. ഞാൻ ആർജെ അഞ്ജലി. എനിക്ക് എപ്പോഴും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി തുടങ്ങുന്നത്. എന്തർത്ഥത്തിലാണെന്നുള്ളത് അറിയത്തില്ല. കാരണം ഇത് കോടിക്കണക്കിന് മലയാളികൾ ഇത് അറിഞ്ഞു എന്നുള്ളത് പോലും എനിക്കറിയത്തില്ല. വളരെ തുച്ഛമായ, ഇപ്പം എൻ്റെ ചാനലിനകത്ത് ഒരു ലക്ഷമോ സംതിങ് ആൾക്കാർ കണ്ടു. മറ്റുള്ള എല്ലാ ചാനലിനും കൂടെ ചിലപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 5 ലക്ഷം പേരോ പരമാവധി 10 ലക്ഷം പേർക്ക്, അത് 1 മില്യണിനകത്ത് ആൾക്കാർ ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവാം, മേ ബി. അത് ലോകത്തുള്ള എല്ലാ മലയാളികളും അവർക്ക് ഇതൊന്നും അല്ലല്ലോ പണി. അവർക്ക് ഒരുപാട് നല്ല ജോലികളുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സ് വരെ കണ്ടു, ഇത് വേറെ പണിയൊന്നും ഇല്ലേ, ഇതെന്തിനാ ഈ വീഡിയോ ചെയ്ത് അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, അതാണ് അവസ്ഥ. ഓക്കെ, സംസാരിക്കാൻ കൊതിയാണ്. എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും അത് പറഞ്ഞ് ആവർത്തിച്ചിട്ട് ഇവരുടെ ഉദ്ദേശം പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇരട്ടത്താപ്പ് വെളിയിലാവുന്നത്. കേട്ടോ, സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് കണ്ടോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഇങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ കൂടി, എന്നിട്ട് ഉടനെ തന്നെ പറയുന്നു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി എന്ന് പറയുന്നു. അപ്പൊ പിന്നെ എന്താണ് ആ വാക്ക് ഉപയോഗിച്ചതിന്റെ അർത്ഥം? മലയാള വ്യാകരണ ഭാഷ നിങ്ങളോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. കാരണം തലങ്ങും വിലങ്ങും നിങ്ങൾ ഒരേ കാര്യം ആവർത്തിച്ചൊരു കാര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് അവസാനം അതേ വാക്കിനെ എടുത്ത് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും എന്താണ് പറയുക? സമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ്.
വീഡിയോ എടുക്കുന്നതിന് തൊട്ടു മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മീശ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ്. അതായത് ഇവർ ഒരു ജെന്യൂൻ ലേഡി അല്ല എന്നുള്ളത് തെളിയുന്നത്. കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. കുണ്ടിയില്ലേ, അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോൾ ഫ്രൈ ആയി പോകും. ഞാൻ ടു ബി ഫ്രാങ്ക്, സീരിയസ്ലി ഇവർ പറയുന്നത് നമ്മുടെ മീശമാധവൻ സിനിമയിലെ കണി കാണിക്കുന്ന സീൻ അത് മാത്രമല്ലല്ലോ, അതിനകത്ത് വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓക്കെ, ഇനി എന്തായിരുന്നാലും ഈ പിള്ളേച്ചനെ കണി കാണിക്കുന്ന സാധനം, ഓക്കെ, ആ ഒരു കണി എന്നുള്ളൊരു സംഭവം അതിന് മുമ്പ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനെ പിടിച്ചുകൊണ്ടായിരുന്നു ഈ കോണ്ടന്റിലേക്ക് വന്നു എന്നുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഒരു മാസത്തിന് മുമ്പ് ഞാൻ അവരുടെ കമന്റ് ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇട്ടിട്ടുണ്ട്, ഒരു മാസത്തിന് മുമ്പ് നിങ്ങൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന പ്രസ്തുത നിങ്ങളുടെ കൂടെ നിരഞ്ജനയോ എന്തോ ഒരു പേരുള്ളൊരു കുട്ടി, പേര് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ആ കുട്ടി ഇതേ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറൊരു പയ്യനെ വിളിച്ചിട്ട് അവനോടും കാറ് മറ്റേ വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ കുണ്ടി ഫ്രൈ ആവും എന്നുള്ള രീതിയിൽ പറഞ്ഞത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ അന്നും മീശമാധവന്റെ ആ ഒരു സീന് കണ്ടിട്ടാണോ അന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും സംഭവം ചെയ്തത്? ഇനി നിങ്ങൾ മറ്റേ ഒരുപാട് സിനിമകൾ വേറെ ഇതിന്റെ കാട്ടിലപ്പുറം നമ്മുടെ ചുരുളി സിനിമ കണ്ടിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യാത്തത് എന്തുകൊണ്ട് നന്നായതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മുടെ തങ്കൻ ചേട്ടന്റെ വല്ലവും ആണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കൂയിൽ നിന്ന് മാറിയിട്ട് ഇനി അടുത്ത് ആയിൽ നിന്ന് തുടങ്ങിയേനെ, അങ്ങനെ പലതും വന്നേനെ. കാരണം ചുരുളി സിനിമ നിങ്ങൾ ഇനി കാണുക പോലും ചെയ്യരുത്. എന്നിട്ട് നിങ്ങൾ പ്രാങ്ക് ഷോ ചെയ്യുകയാണെങ്കിൽ അടുത്തിന് സമൂഹം മൊത്തം ഇനി ഇത് തന്നെ ആയിരിക്കും അടുത്ത് നിങ്ങൾക്ക് മാപ്പ് പറയാനേ സമയം കാണത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? മെഴുകരുത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി അവസാനം കണ്ടെത്തിയൊരു സംഭവം മീശമാധവന്റെ സംഭവം കണ്ടു, അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇട്ടെന്നാണ്. അങ്ങനെയല്ല. കാരണം ഒരു മാസത്തിന് മുമ്പും നിങ്ങളുടെ പല വീഡിയോസും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇതിനപ്പുറത്തേക്കുള്ള പല കാര്യങ്ങളും ഉണ്ട്. ആരോടാണ് ഇതൊക്കെ പറയുന്നത്? സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത്. വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. വെർബൽ അബ്യൂസ് എന്ന് പറയുന്ന സാധനം ദയവായി മനസ്സിലാക്കണം. നിങ്ങളൊരു ആർജെ എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് അതിനുള്ള ഒരു എന്താണ് നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമാണ്. കാരണം ഈ സ്ത്രീ ശരീരങ്ങളെയും സ്ത്രീ ലൈംഗികാവയവങ്ങളെയും മൊത്തത്തിൽ തെറിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശൈലി നമുക്ക് സമൂഹത്തിൽ മൊത്തത്തിലുണ്ട്. തെറികളെ ആകെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നതും ആ ഒരു പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒരു നമ്മുടെ വെർബൽ അബ്യൂസിന് മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനമാണ്. അത് ഉപയോഗിക്കപ്പെടുമ്പോൾ ആ ഉപയോഗിക്കുന്ന ആ വ്യക്തിത്വത്തിനെ കുറിച്ച് ആൾക്കാർ സമ്മതിക്കട്ടെ, അത് വേറെ കാര്യം. പക്ഷെ നിങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന സാധനം ആ ഒരു സ്ത്രീയെ അകാരണമായി വിളിച്ചിട്ട് ഒരു കല്യാണത്തിന്റെ ഒരു സംഭവമായിട്ട് വേണം എൻ്റെ ഫിയാൻസിയെ എന്താണ് വണ്ടടിപ്പിക്കാനോ സർപ്രൈസ് ചെയ്യാനോ എൻ്റെ മറ്റവിടെ ഇട്ട് തരണമെന്ന് പറയുകയും ചെയ്യുന്നത് അത് എന്ത് തരത്തിലുള്ള ഒരു മാന്യതയാണ്, എന്ത് തരത്തിലുള്ള ഒരു നീതീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്? ആ വാക്ക് മാത്രമല്ല, ആ വാക്കിനെക്കാട്ടിലും ഏറ്റവും വലിയ കാര്യം ഒരു തൊഴിലെടുക്കുന്ന ഒരു സ്ത്രീയെ വിളിച്ചിട്ട് നിങ്ങൾ അപമാനിക്കുന്നു. ആ തൊഴിലെടുക്കുന്ന ഒരു കൂട്ടം സമൂഹമുണ്ട്, ആ സമൂഹം ഇതിനാൽ അപമാനിതരാകുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ അവരെയും ഇതുപോലെ വിളിച്ച് ആൾക്കാർ കളിയാക്കും. അവർ പൊതുസമൂഹത്തിൻ്റെ അകത്ത് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇട്ട് തരുമോ, അവിടെ മറ്റേ വീഡിയോ വന്നല്ലോ ഇട്ട് തരുമോ, നിങ്ങൾ ഇട്ട് തരുമോ എന്ന് ചോദിക്കും. അത് ചോദിക്കും, കളിയാക്കും. ആ കളിയാക്കൽ ഏർപ്പെടുക എന്നുള്ളൊരു കാര്യം അത് അനുഭവിക്കുന്നവർക്ക് ആ വേദന മനസ്സിലാവുള്ളൂ. വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രാങ്ക് സ്റ്റാർ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇവർ ആ ഒരു തൊഴിലെടുത്ത സ്ത്രീയോടോ ആ ഒരു അധിക്ഷേപിക്കണമെന്നോ ഒരു ചിന്തയും ഇല്ലാത്തൊരു നന്മ ഉള്ള മനസ്സിന്റെ ഉടമയായിട്ടുള്ള ആർജെ അഞ്ജലി എന്തുകൊണ്ട് ആ സ്ത്രീയോട് ക്ഷമ ചോദിച്ചിട്ടില്ല? നിങ്ങൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു വാക്കുണ്ടെങ്കിലും നിങ്ങൾ പബ്ലിക്കിനോട് ക്ഷമ ചോദിച്ചു. ഇവിടുത്തെ 30 ദൈവങ്ങളെന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ ലോകത്തിൽ കിടക്കുന്ന മുഴുവൻ മലയാളികളോട് നിങ്ങൾ ക്ഷമ ചോദിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് ആ സ്ത്രീയോട് നിങ്ങൾ ക്ഷമ ചോദിച്ചില്ല? ഈ വീടിൽ എവിടെയും ഒരു ഒരു ചെറിയൊരു ഭാഗത്തെങ്കിലും ഒരു പെന്നി ഏരിയയിലെങ്കിലും നിങ്ങൾ ആ സ്ത്രീയോട് ക്ഷമ ചോദിച്ചോ? ആ സ്ത്രീയോടല്ലേ ക്ഷമ ചോദിക്കേണ്ടത്? ആ സ്ത്രീ കേസ് കൊടുത്തു, അതുകൊണ്ട് ആ സ്ത്രീയോട് പബ്ലിക്കായിട്ടൊന്നും ക്ഷമ ചോദിക്കത്തില്ല. ആ സ്ത്രീയോടാണ് നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ടത്. ആ സ്ത്രീയോട് തന്നെയാണ് നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ടത്. ആ സ്ത്രീയെ, ആ സ്ത്രീത്വത്തിനെ, അവരുടെ തൊഴിലിനെ അപമാനിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ മൊത്തത്തിൽ ഒരു കൂട്ടം ഒരു സമൂഹത്തിൽ തന്നെ അപമാനിച്ചു. അതിനോട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്? യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല, ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്. അതായത് PSC പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പ്രിലിമിനറി എക്സാം ഉണ്ട്, IAS മറ്റേ പരീക്ഷ എഴുതാൻ UPSC എക്സാം എഴുതുന്ന സമയത്ത് പ്രിലിമിനറിയും മറ്റുള്ള സാധനങ്ങൾ കടന്നു പോയിട്ട് അവസാനം കിട്ടുന്ന ഒരു സംഭവം പോലെ ഈ നമ്മുടെ ആർജെ അഞ്ജലിയുടെ പ്രാങ്ക് കോൾസിലേക്ക് ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞത് വലിയൊരു പ്രോസസ്സാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിൽഗേറ്റ്സും അതുപോലെ തന്നെ സ്പേസ് എക്സിലേക്ക് നമ്മുടെ ഇലോൺ മസ്ക് ഒക്കെ ഓരോ കാര്യങ്ങൾ എടുക്കുന്നത് അത്രയും വളരെ കുശാഗ്ര ബുദ്ധിയോട് ചെയ്യുന്നതാണ്. ഗൂഗിൾ ഫോംസിലൂടെ ഒക്കെ കണ്ടെത്തുന്ന ആൾക്കാരാണ്.
ആ ഗൂഗിൾ ഫോം ഞാൻ കണ്ടു. നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിന് നമ്പറും കൊടുത്തിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ എനിക്ക് പരിചയമുള്ളവനെ എനിക്ക് പണി കൊടുക്കുന്നുള്ള ഏവനെ ഒരുത്തൻ്റെ നമ്പർ അല്ലെങ്കിൽ ഏവളുടെ ഒരാളുടെ നമ്പറും കൊടുത്തിട്ട് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പൈസ വാങ്ങുമോ ഇല്ലെന്നുള്ളത് എനിക്കറിയത്തില്ല. ആ നമ്പർ കൊടുത്തിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഇവർ വിളിച്ചിട്ട് അതിനെടുത്തിട്ട് ആഘോഷിച്ചിട്ട് പബ്ലിക്കിൽ എടുത്തിട്ട് കാണിച്ചു കൊടുക്കും. പിന്നെ റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെയുള്ള കുൽസിതങ്ങൾ കൂടെ കുത്തി നിറച്ചുകൊണ്ട് അത് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കും. ആ ഇട്ട് കൊടുക്കുന്ന സംഭവത്തിൻ്റെ അകത്ത് സമൂഹത്തിൻ്റെ ഒരു പൊതുബോധം വന്ന് രൂപപ്പെട്ടിട്ട് വിളിക്കപ്പെടുന്ന ആളിനെ കളിയാക്കും, ഇവരെയും കളിയാക്കും, മൊത്തത്തിൽ കളിയാക്കൽ രൂപപ്പെടും. എന്നാൽ അതിൻ്റെ അകത്തുള്ള പൊളിറ്റിക്സ്, അതിനകത്തുള്ളൊരു ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി, അങ്ങേ തരക്കുള്ള വ്യക്തി ഇത് കാരണം എന്നും അനുഭവിക്കുന്ന ഒരു സോഷ്യൽ ഒരു ഇഷ്യൂസ് ഉണ്ട്, അവരുടെ ഒരു ട്രോമയുണ്ട്. ആ കണ്ടീഷൻ ഒന്നും ഇവർ ചിന്തിക്കുന്നുമില്ല, മനസ്സിലാക്കുന്നുമില്ല. അതാണ് ഏറ്റവും വലിയ രസം. ിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലെ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും. ഇവിടെ പിന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നു. പബ്ലിഷ് നിങ്ങൾ വിളിക്കുന്ന കാര്യത്തിന്റെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ഞാൻ അതിവിടെ പറയുന്നില്ല. അത് പറഞ്ഞാൽ അത് പബ്ലിക്കിലേക്ക് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും കുറച്ച് പ്രശ്നമാവും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. നിങ്ങൾ ഈ പബ്ലിക്കിലേക്ക് ഇവരുടെ ഒന്നും എടുത്ത് പബ്ലിക് ആക്കുന്നില്ല നിങ്ങൾ പറയുന്നതൊക്കെ വെറും ഫൂളിഷ്നെസ് ആണ്. അങ്ങനെയല്ല, അത് ഞാൻ ഇവിടെ പറയുന്നുമില്ല. വിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. തെറ്റ് തിരുത്താൻ വേണ്ടി ശ്രമിച്ചവരെല്ലാവരും ഇവർ ആദ്യത്തെ 1-2 പോസ്റ്റ് ഇട്ട സമയത്ത് അവരെയൊക്കെ ഇവരെങ്ങനെയാണ് പുച്ഛിച്ചതെന്ന് ഞാൻ കമന്റ് ബോക്സ് കണ്ടാണ്. എന്തായാലും ഈ കമന്റ് ബോക്സും കൂടെ നമുക്കൊന്ന് നോക്കാം. ഈ കമന്റ് ബോക്സിന് ഓക്കെ, ഒരാളെ തൊഴിലിനെ അപമാനിക്കുന്നത് വിവരമില്ലായ്മ, അത്ര എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ ഞാൻ ഫോളോ ചെയ്തിരുന്നു, ഇതോടെ നിർത്തി. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ അൺഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ, സന്തോഷം. മറ്റേ ഓക്കെ മോളുടെ അന്താരി തെറിയോട് നമ്മൾ യോജിക്കുന്നില്ല. മറ്റുള്ളവരെ പ്രാങ്ക് ചെയ്യുന്നത് തന്നെ അവരുടെ ഫീലിങ്സിനെ വെച്ച് കളിക്കുന്നത് തുല്യമാണ്. നാളെ മറ്റുള്ളവർ നിങ്ങളോട് ഇങ്ങനെ പ്രാങ്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? ആരോട് പ്രാങ്ക് ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ കുഴപ്പമൊന്നും വന്നില്ലേ? ഓക്കെ, എനിവേ ബോബി ചെമ്മണ്ണൂരൊക്കെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച് ശുഷ്കാന്തി ഇല്ലല്ലോ. സീരിയസ്ലി ബോബി ചെമ്മണ്ണൂർ ഈ ഒരു മറ്റേ കുന്തി ദേവി പ്രയോഗം നടത്തിയിട്ടല്ലേ പുള്ളിയെ പിടിച്ചകത്തിട്ടത്? ഈ പുള്ളിക്കാരത്തേക്ക് എന്തുകൊണ്ടാണ് ഒരു പ്രിവിലേജ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി ഒരു കോംപ്രമൈസ് നടത്തിയിട്ടുണ്ടാവാം, എനിക്ക് അറിഞ്ഞൂടാ. അല്ലാതെ ഇവർ ചെയ്തേക്കുന്ന സെയിം സെറ്റപ്പ് ഒരു മറ്റേ കേട്ടിട്ടില്ലേ റാപ്പിസ്റ്റ് നോട്ട് എ ജോക്ക്, അതുപോലെ തന്നെയാണ് ഒരാളെ വെർബൽ അബ്യൂസ് ചെയ്യുന്നതും ഒരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. അത് ചെയ്തിട്ട് എവിടെയെങ്കിലും ഈ ഒരു ഇവരുടെ ശരീരഭാഷയിൽ എവിടെയെങ്കിലും ഒരു ക്ഷമാപണത്തിന്റെ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സ്ത്രീ ഇവരുടെ ഒരു വീഡിയോ ഉണ്ട്, ഞാനത് കണ്ടതാണ്, എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നതാണ്. അതായത് ഇവർ ഏഷ്യാനെറ്റിൻ്റെ അകത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനകത്ത് ആ പ്രോഗ്രാമിനകത്ത് ഇവർ കാണിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് കാണിച്ചു തരാം. എന്തൊരു വിഷമമൊക്കെ എന്ന് ചോദിച്ചു. ഓക്കെ, അവർക്ക് സ്വാഭാവികമായിട്ടും ആ വിളിക്കുന്ന വിളി കേൾക്കണോ വേണ്ടയോ, അത് അവർക്ക് ഒഫൻഡായിട്ട് മാറിയിട്ടുണ്ടോ, അവർക്കത് പ്രതികരിക്കേണ്ടത് തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് ആ വ്യക്തി കേൾക്കുന്ന വ്യക്തി അവർ നിങ്ങളാണോ ഞാനാണോ നമ്മളൊരാൾ എടേ എന്ന് പെട്ടെന്ന് നിർത്തിച്ചു എനിക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്ക് പറയാം. ഇത് അവർ പറഞ്ഞതിൽ ഒരു തെറ്റ് എനിക്ക് കാണുന്നില്ല. ബാക്കിയോട് കേൾക്കാം. ഓക്കെ, ഇത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് ചെയ്യണോ? പക്ഷേ വേറെ ഒന്നുമല്ല, അറിയാമല്ലോ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ വരും. അപ്പം ഈ പറയുന്ന വ്യക്തിയാണ്, അതായത് സ്വന്തമായി ഒരാൾ മറ്റൊരാൾ വിളിച്ച് എടി എന്ന് വിളിച്ചത് ആ ഒരു അത് ടോളറേറ്റ് ചെയ്യാനോ അത് ഇഷ്ടപ്പെടുകയോ ചെയ്യാത്ത ഒരു വ്യക്തിത്വമാണ് മറ്റൊരാളെ വിളിച്ചിട്ട് മറ്റേ സ്ഥലത്ത് ഇട്ട് തരുമെന്ന് ചോദിച്ചത്. അതായത് RJ അഞ്ജലി, ഇത് ചിലപ്പോൾ സ്ക്രിപ്റ്റഡ് ആവാം, മേ ബി ഓർ മേ നോട്ട് ബി, നമുക്ക് അറിഞ്ഞുകൂടാ. സ്ക്രിപ്റ്റഡ് ആവാം. ഒരു പ്രോഗ്രാമിനകത്ത് കുക്ക് വിത്ത് കോമഡിയോ അങ്ങനത്തെ ഒരു പ്രോഗ്രാം, അതെ കുക്ക് വിത്ത് കോമഡി, ഒരു തമിഴ്നാട്ടിലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, കുക്ക് വിത്ത് കോമാളിയോ അങ്ങനത്തെ ഒരു സാധനത്തിന്റെ ഇതിൽ നമ്മൾ മലയാളത്തിൽ കൊണ്ടുവന്ന സാധനമായിരുന്നു. പക്ഷെ ഇത് അടപടലം പോയി. അപ്പം ഇതിനകത്ത് ഉണ്ടായിരുന്ന ആളാണ് ഈ പറഞ്ഞ ഈ RJ ആയിട്ടുള്ള ഇവർ. ഇതിനകത്ത് ചിലപ്പം ഇവർ പ്ലാൻഡ് ആയിട്ട് ചെയ്തതായിരിക്കാം, കുറച്ച് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം, TRPക്കും TVR റേറ്റിങ്ങിന് വേണ്ടി ചെയ്തായിരിക്കും. എനിവേ എന്തോ ആയിക്കൊണ്ട് പോട്ടെ. അന്ന് ആ ഒരു കാര്യം ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത ആളാണ് മറ്റൊരു സ്ത്രീയെ വിളിച്ചിട്ട് അവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും വലിയ അപമാനം നടത്തിയേ എന്നുള്ള ചിന്തിക്കണം. കളിയായിട്ടും തമാശയായിട്ടും സ്വന്തം കാര്യത്തിൻ്റെ അകത്ത് പോലും ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് പൈസയ്ക്ക് വേണ്ടിയിട്ടോ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ടോ ഒരു നിലപാടില്ലായ്മ കാണിക്കുകയും പൊതുസമൂഹത്തിൻ്റെ അകത്ത് പബ്ലിക്കിൽ ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ കാണിച്ചിട്ട് ഒരു എളുപ്പവുമില്ലാതെ വന്നിരുന്നിട്ട് ന്യായീകരിക്കുന്നത് പോലത്തെ രീതിയിൽ മീശമാധവന്റെ സീന് കണ്ടുകൊണ്ട് മാത്രം നമ്മൾ ആ ഡിസ്കഷനിലേക്ക് വന്നതുകൊണ്ട് ഒരു പ്രാങ്ക് കോൾ ചെയ്തപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ് എന്നുള്ളത് രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും എന്നാൽ അതിന് മുൻകാലത്തും ഇവർ ഇതേ സെയിം പരിപാടി കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമ്പോൾ ഇതാരെയാണ് ഈ മണ്ടന്മാരാക്കുന്നത്? RJ അഞ്ജലി, നിങ്ങൾക്ക് സംസാരിക്കാൻ ചിലപ്പോൾ കഴിയുമായിരിക്കും. ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഞാൻ അഹങ്കാരം കൊണ്ടൊന്നും വിചാരിക്കരുത്, നിങ്ങളെക്കാട്ടിൽ എനിക്ക് സംസാരിക്കാൻ കഴിയും, അത് ഉറപ്പിച്ച് പറയാം. ചിലപ്പോൾ നേരിട്ട് വേണമെങ്കിലും സംവദിക്കാനാണെങ്കിലോ മറ്റെന്തെങ്കിലും മേഖലയെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിലും ഏതൊരു അത്യാവശ്യ വിഷയവുമായി ബന്ധപ്പെട്ട് ചിന്തയ്ക്ക് വകയുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ സംസാരിക്കാൻ തീർച്ചയായിട്ടും തയ്യാറാണ്. അത് അഹങ്കാരമല്ല, ഇതെൻ്റെ കോൺഫിഡൻസ് ആണ് ഞാൻ പറഞ്ഞത്.
അതെൻ്റെ കോൺഫിഡൻസ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ അറിവും മറ്റുള്ള കാര്യങ്ങളാണ് പകർന്നു കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഈ ഒരു തരത്തിലേക്ക് തരം താഴത്തില്ല. അറിവുള്ള വ്യക്തി ഇത്രയും തരം താഴത്തില്ല. നിങ്ങൾ എത്ര നന്മപരമായാലും ഇത്രയും തരം താഴത്തില്ല. സോ പൊതുസമൂഹത്തിൽ നിങ്ങളെ എന്താണെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ക്ഷമ പറഞ്ഞു എന്നുള്ള രീതിയിൽ മാത്രം അവരുടെ ക്ഷമയെ നമുക്ക് ഏറ്റെടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി അവരുടെ പ്രവൃത്തിയിലൂടെ ബാക്കിയുള്ള തെളിയിക്കപ്പെടട്ടെ, അത്രയേ ഉള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ മാപ്പിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് മാന്യമായി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.